എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പുതിയ യാത്ര ആരംഭിക്കുകയാണ്. ഈ യാത്ര നമ്മെ ഇന്ത്യയുടെ മധ്യകാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ മുസ്ലിം ഭരണാധികാരികൾ എങ്ങനെ തങ്ങളുടെ സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചു, ഭരണം നടത്തി, സമൂഹത്തിലും സംസ്കാരത്തിലും ഏറ്റുമാറ്റങ്ങൾ വരുത്തി എന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. തുടക്കത്തിൽ ഡൽഹി സുൽത്താനേറ്റ് എങ്ങനെയാണ് സ്ഥാപിതമായത് എന്ന് നോക്കാം. അതിനുശേഷം ഖിൽജിമാർ എങ്ങനെ കമ്പോളത്തിലെ വിലകൾ നിയന്ത്രിച്ചുവെന്നും സൂഫിസത്തിന്റെ സ്വാധീനം, ഭക്തിപ്രസ്ഥാനം മുഗൾ സാമ്രാജ്യത്തിന്റെ വളർച്ചയും തകർച്ചയും, അക്കാലത്തെ കല, വാസ്തുവിദ്യ, സാഹിത്യങ്ങൾ എന്നിവയെക്കുറിച്ചും പഠിക്കാം. എന്താണ് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്? ഡൽഹി സുൽത്താനേറ്റ് എങ്ങനെയുണ്ടായി? ഖിൽജിമാരുടെ ഭരണരീതികൾ എന്തൊക്കെയായിരുന്നു? സൂഫിസവും ഭക്തിപ്രസ്ഥാനവും എങ്ങനെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തി? മുഗൾ സാമ്രാജ്യത്തിന്റെ വളർച്ചയും തകർച്ചയും, അക്കാലത്തെ കല, വാസ്തുവിദ്യ, സാഹിത്യം എന്നിവയുടെ പ്രത്യേകതകൾ. 1. ഡൽഹി സുൽത്താനേറ്റ്. ഏകദേശം 1206 സിഇയിൽ മുഹമ്മദ് ഘോറിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ അടിമയായിരുന്ന ഖുത്ബുദ്ദീൻ ഐബക്ക് ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിച്ചു. ഈ ഭരണം ഏകദേശം 300 വർഷം നീണ്ടുനിന്നു. ഈ കാലഘട്ടത്തിൽ തുർക്കികൾ, ഖിൽജിമാർ, തുഗ്ലക്കുകൾ, സയ്യിദുകൾ, ലോധിമാർ തുടങ്ങിയ വിവിധ വംശങ്ങൾ ഡൽഹി ഭരിച്ചു. ഡൽഹി സുൽത്താനേറ്റിലെ പ്രധാന ഭരണാധികാരികൾ ഖുത്ബുദ്ദീൻ ഐബക്ക് 1206 മുതൽ 1210, ഇൽത്തുമിഷ് 1211 മുതൽ 1236, റസിയ സുൽത്താന 1236 മുതൽ 1240, അലാവുദ്ദീൻ ഖിൽജി 1296 മുതൽ 1316, മുഹമ്മദ് ബിൻ തുഗ്ലക്ക് 1325 മുതൽ 1351, ഫിറോസ് ഷാ തുഗ്ലക്ക് 1351 മുതൽ 1388. 2. ഖിൽജി ഭരണവും കമ്പോള നിയന്ത്രണവും. അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണപരിഷ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കമ്പോള നിയന്ത്രണം. അന്നത്തെ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താനും സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാനും ഇത് ലക്ഷ്യമിട്ടു. വില നിയന്ത്രണം. എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില സർക്കാർ നിശ്ചയിച്ചു. കടകളുടെ മേൽനോട്ടം. ഷഹ്നായി മണ്ഡി എന്ന ഉദ്യോഗസ്ഥൻ കടകളിൽ കൃത്യമായ പരിശോധന നടത്തി. കൃത്യമായ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവരെ ശിക്ഷിച്ചു. ധാന്യസംഭരണം. ദൗർലഭ്യ സമയങ്ങളിൽ ഉപയോഗിക്കാനായി ധാന്യങ്ങൾ സംഭരിച്ചു. 3. സൂഫിസവും ഭക്തിപ്രസ്ഥാനവും. സൂഫിസവും ഭക്തിപ്രസ്ഥാനവും ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് വലിയ സ്വാധീനം ചെലുത്തി. സൂഫിസം. സൂഫികൾ ദൈവവുമായി ആത്മീയമായ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഇവർ മതപരമായ സഹവർത്തിത്വത്തിനും സഹിഷ്ണുതയ്ക്കും പ്രാധാന്യം നൽകി. ചിഷ്തി, സുഹ്രവർദി തുടങ്ങിയ സൂഫി സരണികൾ പ്രചാരത്തിലുണ്ടായിരുന്നു. പ്രധാന സൂഫി സന്യാസിമാർ മുയിനുദ്ദീൻ ചിഷ്തി, നിസാമുദ്ദീൻ ഔലിയ, ബാബ ഫരീദ്. ഭക്തിപ്രസ്ഥാനം. ഭക്തിപ്രസ്ഥാനം ദൈവത്തോടുള്ള സ്നേഹത്തിനും ഭക്തിക്കും ഊന്നൽ നൽകി. ജാതിവ്യവസ്ഥയ്ക്കെതിരെ ശബ്ദമുയർത്തി. ഹിന്ദു മുസ്ലിം ഐക്യത്തിനുവേണ്ടി നിലകൊണ്ടു. പ്രധാന ഭക്തി സന്യാസിമാർ കബീർദാസ്, ഗുരുനാനാക്ക്, മീരാബായ്, തുളസീദാസ്. മുഗൾ സാമ്രാജ്യം. 1526 ബാബർ ലോധി വംശത്തിലെ അവസാന ഭരണാധികാരിയെ പരാജയപ്പെടുത്തി മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചു. മുഗൾ ഭരണാധികാരികൾ കല, സാഹിത്യം, വാസ്തുവിദ്യ എന്നിവയ്ക്ക് വലിയ സംഭാവനകൾ നൽകി. പ്രധാന മുഗൾ ഭരണാധികാരികൾ ബാബർ 1520 മുതൽ 1530, ഹുമയൂൺ 1530 മുതൽ 1540, 1555 മുതൽ 1556, അക്ബർ 1556 മുതൽ 1605, ജഹാംഗീർ 1605 മുതൽ 1627, ഷാജഹാൻ 1628 മുതൽ 1658, ഔറംഗസേബ് 1658 മുതൽ 1707 വരെ. മുഗൾ ഭരണത്തിന്റെ സംഭാവനകൾ. വാസ്തുവിദ്യ. താജ്മഹൽ, ചെങ്കോട്ട, ഫത്തേപൂർ സിക്രി. ചിത്രകല. പേർഷ്യൻ ശൈലിയുടെ സ്വാധീനത്തിൽ പുതിയ ചിത്രകലാരീതികൾ വികസിച്ചു. സാഹിത്യം. പേർഷ്യൻ, ഉർദു, ഹിന്ദി ഭാഷകളിൽ നിരവധി കൃതികൾ രചിക്കപ്പെട്ടു. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.